पश्चात यीशु यहूदियों के पास किसी पर्व के अवसर पर यरूशलेम गए। യെരുശലേമിൽ ആട്ടുപാതയ്ക്കൽ ബെഥെസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അതിൽ 5 മണ്ഡപം ഉണ്ടായിരുന്നു. यरूशलेम में भेड़ फाटक के पास एक कुंड था जो इब्रानी भाषा में बेतजेदा कहलाता है। उसके 5 मंडप थे। അവയിൽ വ്യാധികൾ, കുരുടന്മാർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് അവിടെ കിടന്നിരുന്നു. उनमें से बहुत से रोगी, अंधे, लंगड़े और अर्धा रोगी पड़े रहते थे। ബെഥെസ്ത എന്ന വാക്കിന്റെ അർത്ഥം ദയയുടെ വീട് എന്നാണ്. और बेतसदा का मतलब है कि दया का एक घर। യേശു ബെഥെസ്തയിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ യഹൂദന്മാരുടെ ഉത്സവം നടക്കുകയായിരുന്നു ആ ദിവസങ്ങളിൽ. और प्रभु जब बेतसदा में गए तो वहाँ पे यहूदियों का एक पर्व हो रहा था। വളരെ പ്രസിദ്ധ നിറഞ്ഞ ഒരു കുളമാണ് ബെഥെസ്ത കുളം. ഇന്നും വളരെ ആകാംക്ഷയോടെ അവൻ സ്തോത്രം നമ്മൾ പ്രസംഗിക്കുന്നതാണ് ബെഥെസ്ത കുളത്തെ കുറിച്ച്. और अभी जो हम बहुत ही विशेष रूप से इस बेतसदा के बारे में हम पढ़ रहे हैं। അവൻ ചരിത്രത്തിന്റെ ഇടുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രതിഭാസം നടന്നൊരു സ്ഥലമാണ് ബെഥെസ്ത എന്ന് പറയുന്നത്. और बेतसदा के बारे में अगर हम चरित्र में पढ़ते तो सबसे ज्यादा अद्भुत कार्य हुआ एक स्थल है। അവൻ ആ കാലഘട്ടങ്ങളിൽ കർത്താവ് തന്റെ പ്രവൃത്തികൾ അതിശക്തമായി കർത്താവ് ജനത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. और उस वक्त में परमेश्वर जो अद्भुत रीति से अपने लोगों के लिए वहाँ पे कार्य कर रहे थे। അവൻ സ്തോത്രം ബെഥെസ്ത കുളം ഇന്നും ഉണ്ട്. वो जो बेतसदा है वो आज भी है। പക്ഷെ ഇന്ന് ആ കുളത്തിൽ വെള്ളമില്ല. പക്ഷെ ഇന്നും അതിന്റെ ഒരു സ്തോത്രം ഒരു ചരിത്രം എന്ന പോലെ ഇന്നും ബെഥെസ്ത കുളമുണ്ട്. और इस प्रकार से लिखा चरित्र इस प्रकार से बताती है कि बेतसदा जो है वो कुंड अभी भी बचा है लेकिन उसमें पानी नहीं है। പ്രിയപ്പെട്ടവരെ, ആ കുളത്തിന്റെ അരികിൽ അവയിൽ വ്യാധികൾ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന് ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. और उस कुंड के हिलने के लिए उनमें से बहुत से रोगी, अंधे, लंगड़े और दाह रोगी पड़े रहते थे। वे पानी के लहराने की राह देखते थे। വചനം തന്നെ പറയുന്നുണ്ട് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്. और इस प्रकार से वचन कहती कि रोगी को जो है वैद्य की आवश्यकता है। ക്ഷയരോഗികൾ, കുരുടന്മാർ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന് ഇളക്കം കാത്തുകൊണ്ട് കിടന്നു. അങ്ങനെ പല വ്യാധി പിടിച്ചവരുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ക്ഷയരോഗികൾ, മുടന്തുള്ളവർ, ഇങ്ങനെ വിവിധ രോഗങ്ങളുള്ളവർ വലിയൊരു കുളത്തിന്റെ 5 മണ്ഡപത്തിലുണ്ടായിരുന്നു. और इस प्रकार से लिखा हुआ है यहाँ पे कि बहुत सारे रोगी, अंधे, लंगड़े और जितने भी प्रकार के रोगी जो है वो उस जगह पर रहते थे ताकि उस पानी के हिलने तक का इंतजार करते थे। പ്രിയപ്പെട്ടവരെ, മാരക രോഗമുള്ളവരാണ് ആ കുളത്തിന്റെ കരകിൽ വന്ന് കിടക്കുന്നത്. അന്നത്തെ ഏറ്റവും വലിയൊരു ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് അതാത് സമയത്തിൽ ദൂതൻ ഒരു കുളത്തിൽ ഇറങ്ങുമായിരുന്നു. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ആരിറങ്ങുന്നു, ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ സൗഖ്യം വരുമായിരുന്നു. और उस कुंड के द्वारा बहुत सारे अद्भुत कार्य हुए क्योंकि उन दिनों जो है एक दूत स्वर्ग से उतरता था उस पानी को हिलाने के लिए और जो व्यक्ति उस कुंड तक, उस पानी तक पहले पहुंचे तो वो चंगाई को प्राप्त करता था। ഇത് ആ കാലഘട്ടത്തിൽ ഈ പ്രതിഭാസം അതാത് സമയങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. और ये जो चीज अद्भुत कार्य उस वक्त इस प्रकार से हुआ करते थे। ഞാൻ പലപ്പോഴും ഈ ബെഥെസ്തയെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഇന്നും ഈ നാളുകളിൽ അതാത് സമയത്തിൽ ദൂതൻ ആ കുളത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര അത്ഭുതകരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂത് വിളിച്ചു പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കും. आमेन। इस वचन के अनुसार मैं आपसे कहता परमेश्वर आपके लिए दूतों को भेजेगा। ദൂതന്മാർ അതാത് സമയത്തിൽ കുളത്തിൽ ഇറങ്ങുകയും വെള്ളം കലങ്ങിയ ശേഷം ആദ്യമാണ് ഇറങ്ങുകയോ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ സൗഖ്യം വരുമായിരുന്നു. और प्रभु का दूत समय समय पर कुंड में उतर कर पानी को हिला देता था। पानी के हिलने के बाद जो व्यक्ति सबसे पहले कुंड में उतरता था, चाहे वो किसी भी रोग से पीड़ित क्यों ना हो, वो स्वस्थ हो जाता था। പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ഞാൻ പറയും അവർ ഭാഗ്യമുള്ളവരായിരുന്നു. और अगर उस समय में जो लोग जीवित थे वो कितने भाग्यवान थे मैं कहता हूं। അവർ ഭാഗ്യമുള്ളവരെന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. वो भाग्यवान थे, उसका वो कहने का एक रीजन है। ഏത് വ്യാധി പിടിച്ചവരായിരുന്നാലും, किसी भी प्रकार का रोग हो, चाहे वो किसी भी प्रकार का रोग, कुष्ठ रोग पीड़ित हो, കാൽ തൊട്ട് ഉള്ളംകാലം വ്രണമുള്ളവരാണെങ്കിലും, അവൻ മരിക്കത്തക്ക രോഗമുള്ളവരാണെങ്കിലും, मरने वाला ऐसा रोग भी अगर हो, അസുഖമുള്ളവരാണെങ്കിൽ ഈ കുളത്തിൽ ഇറങ്ങി അവർക്ക് സൗഖ്യം किसी വരുമായിരുന്നു. प्रकार का रोग उनके जीवन में हो लेकिन उस कुंड तक अगर वो पहुंच गए तो वो चंगाई को प्राप्त करते थे। ഞാൻ ചിന്തിക്കുകയാണ്, അതിന്റെ പരിസരത്തിലൊന്നും ഒരു വൈദ്യന്മാരോ ഒരു ആശുപത്രിയോ കാണത്തില്ലായിരിക്കും. और उस समय में जो है कोई भी वेद, कोई भी हॉस्पिटल नहीं हो सकते थे शायद। ഞാൻ നിന്റെ വീട് ഒരു ബെഥെസ്തയായി മാറും. आपका घर जो है एक बेतसदा होने वाला है। आमेन। സ്തോത്രം. അന്ന് കുളത്തിൽ ദൂതൻ അതാത് സമയത്ത് ഇറങ്ങി വെള്ളം കലക്കുമായിരുന്നു. उस समय जो है उस कुंड को दूत लोग उतर कर हिलाया करते थे അവർക്ക് സൗഖ്യം
കിട്ടുമായിരുന്നു. जो पहले आता था उसे चंगाई को प्राप्त അന്ന് होती थी, ബെഥേസ്ദയിൽ ഇറങ്ങിയെങ്കിൽ और वो जो है उस समय बेतस्ता में होता ഇന്ന് था, ദൂതൻ നിന്റെ ചർച്ചിൽ ഇറങ്ങും. लेकिन आज के समय में वो चर्च में होता है. പ്രിയപ്പെട്ട ദൂതന്റെ നമ്മുടെ വീടുകളിൽ ഇറങ്ങി വരും. वो जो स्वर्गदूत है हमारे घर में आता है, ദൂതൻ നമ്മുടെ രോഗക്കടക്കിൽ ഇറങ്ങി वो വരും. स्वर्गदूत जो है हमारे रास्ते में आते ദൂതൻ हैं, വെന്റിലേറ്ററിൽ ഇറങ്ങി വരും. और वो स्वर्गदूत जो है वो वेंटिलेटर में ദൂതൻ आते हैं. ഐസിയുവിന്റെ അകത്ത് ഇറങ്ങി വരും. वो दूत जो है स्वर्गदूत हालेलुया वो आईसीयू में भी आते हैं. ദൂതൻ ആംബുലൻസിന്റെ അകത്ത് ഇറങ്ങി वो വരും. दूत जो है एम्बुलेंस के अंदर भी आते हैं, വിഷാദത്തിലായിരിക്കണം, ദൂതൻ ബെഡ്റൂമിൽ ഇറങ്ങി വരും. और आपके बेडरूम में भी शायद वो दूत आ सकते हैं. രാത്രി ദൂത് പറഞ്ഞിരിക്കുമ്പോൾ ദൈവം പറയുന്നു, അന്ന് ബെഥേസ്ദയിലാണ് ഇറങ്ങിയെങ്കിൽ അന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഇരിക്കുന്ന ലിവിംഗ് റൂമിന്റെ അകത്ത്, നമ്മുടെ ഹാളിന്റെ അകത്ത്, നമ്മുടെ ചർച്ചിന്റെ അകത്ത്, വെന്റിലേറ്ററിൽ, നമ്മൾ പോകുന്ന സമസ്ത മേഖലയിലും ഇന്ന് ദൂതൻ ഇറങ്ങി വരും. और जब मैं ये दूत आपसे कह रहा हूँ तो इसका मतलब ये है कि उस समय बेतसदा में वो दूत आया करते थे, शायद अब की बार इस प्रकार से हो कि आपके कमरे में भी आया करे, ദൂതന്മാര് കയറി ഇറങ്ങിയത് നമ്മൾ കാണും. और हम जो है दूत को ऊपर नीचे होते हुए हम देख सकते हैं. അവൻ പത്രോസിനോട് ചോദിച്ച, പത്രോസ് പറയും, ഞാൻ ദൂതനെ ഭക്ഷണമായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, എന്റെ കയ്യിൽ കിടന്ന ചങ്ങലകൾ അടിച്ച് താഴെ വീണു. और प्रदेश प्रकार से कह सकता था कि मैं जो हालेलुया स्काई खाने में था, दूत जो है उतर कर मेरे जंजीरों को उसने तोड़ दिए. അവൻ ദൂതൻ മുഖാന്തരം ഒന്നാം വാതിലും രണ്ടാം വാതിലും നഗരത്തിന്റെ ഇരുമ്പ് വാതിൽ സ്വയമേ തുറന്ന് നഗരത്തിന്റെ പുറകിൽ പത്രോസിനെ കൊണ്ടുവന്നു. मैंने और स्वर्गदूत जो है हालेलुया उस पतरस को उसके द्वारों को खोल दिया, जितने भी द्वार थे वहां पे उसको खोलते हुए नगर के द्वार तक पहुंचाया. ഏലിയാവ് മരിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നപ്പോൾ ഒരു ദൂതൻ തട്ടി ഉണർത്തി, ഏലിയാവേ നിനക്ക് ദൂരയാത്രയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കേണ്ടവനല്ല. അവൻ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തിട്ട് തട്ടി ഏലിയാവോട് പറഞ്ഞു, ആമേ നിനക്കൊരു രജിത്രയാത്രയുണ്ട്, നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന് ഏലിയാവിനെ ദൂത് പറഞ്ഞ് ഏലിയാവിനെ അവനെ ദൂതൻ ശക്തിപ്പെടുത്തി. आमीन. जो एलिया जो है मरने के लिए जब बैठा था तो एलिया हालेलुया उस एलिया को स्वर्गदूत ने शक्ति दी हालेलुया, ताकि वो दूर यात्रा के लिए तैयार हो पाए. उसे खाने के लिए भोजन समय पर मिला, उसको पीने के लिए हालेलुया पानी समय पर मिला, और उस दूत ने कहा कि तेरा एक दूर यात्रा है, उसके लिए तैयार हो जा. എന്തിനാ ദൂതന്മാര് വരുന്നത് അറിയാമോ? क्यों वो दूत जो है आपके जीवन में आते हैं जानते हैं? സഹായിക്കാൻ വേണ്ടി ദൂതന്മാര് വരുന്നത്. हमारे सहायता के लिए वो दूत आते हैं. അപ്പൊ നമുക്ക് ഗബ്രിയേലിനെ മീഖായേലിനെ കുറിച്ച് അറിയാം. हम गब्रिएल और मिगाएल के बारे में जानते हैं. യേശു ക്രിസ്തു ദൂതന്മാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. और यीशु मसीह जो है दूतों के बारे में इस प्रकार से कहते हैं, എന്റെ പിതാവിന്റെ അടുത്ത് मेरे पिता के पास ഒരു ലഗ്യോനിലധികം एक ദൂതന്മാരുണ്ട്. लीगियोन से अधिक दूत लोग हैं. ഞാനൊന്ന് കൽപ്പിച്ചാൽ मैं अगर कहूँ तो ആയിരക്കണക്കിന് ദൂതന്മാർ ഇവിടെ ഇറങ്ങി വരും. 1000 जो स्वर्गदूत है वो मुझे लेने के लिए यहाँ आ जाएंगे. പ്രിയപ്പെട്ടവരെ, ദൂതനോട് കൽപ്പിക്കാൻ മനുഷ്യന് അധികാരമില്ല. और दूत को स्वर्गदूतों को आज्ञा देने का मनुष्य को अधिकार नहीं യേശു है, ക്രിസ്തുവിന് ദൂതന്മാരുടെ മേൽ അധികാരമുണ്ട്. लेकिन प्रभु यीशु मसीह को उन दूतों के ऊपर भी अधिकार ഇന്ന് है. രാത്രി ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ ഒരു കാര്യം ഞാൻ പറയാം. मैं बहुत ध्यान के साथ मैं आज की रात ये बात बोल रहा हूँ. ദൂതന്മാരെ കാട്ടിലും വലുതാണ് യേശു ക്രിസ്തു. और स्वर्गदूतों से भी बढ़कर है प्रभु यीशु. അപ്പൊ ദൂതന്മാരെ കാട്ടിലും വലുതാണ് പിതാവ്. और उन स्वर्गदूतों से भी बड़ा है वो हमारा पिता. ദൂതന്മാരെ കാട്ടിലും വലുതാണ് പരിശുദ്ധാത്മാവ്. और उन स्वर्गदूतों से भी बड़ा है हमारा परिशुद्ध पवित्र आत्मा. Praise the Lord, praise the Lord. പ്രിയപ്പെട്ടവരെ, കർത്താവ് ദൂതന്മാരെ അയച്ച് നമ്മളെ വിടുവിക്കും. और प्रभु जो है स्वर्गदूतों के द्वारा हमें छुटकारा देता है. कभी നമ്മളെ സംരക്ഷിക്കുന്ന ദൂതന്മാരെ കർത്താവ് അയക്കും. ആരുടെ കർത്താവ്? അവൻ സ്തോത്രം. ഒരു പ്രവാചകനായോണ്ട് പ്രവാചക അഭിഷേകത്തിൽ നിന്നോട് പറയുന്നു, പെട്ടെന്ന് ഒരു ദൂതനെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ്. आमीन आमीन. और मैं भविष्य देखता हूँ इस प्रकार से मैं आपसे कह रहा हूँ कि परमेश्वर आपके जीवन में उस स्वर्गदूतों को भेज रहा है. നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ള വിഷയങ്ങളുണ്ട്. आपको बहुत ही परेशानी में डालने विषय है. ഈ ദിവസങ്ങളിൽ നിങ്ങളെ കറക്കുന്ന വിഷയങ്ങളുണ്ട്. आप जो है इन दिनों बहुत सारी परिस्थिति के आजू बाजू घूमने का एक समय है, लेकिन प्रभु कह रहा है कि आपको एक स्वर्गदूत आपके लिए भेज रहा है. ദൈവം ഒരു ഏഞ്ചലിനെ നിങ്ങൾക്ക് വേണ്ടി प्रभु आपके लिए स्वर्गदूत को भेज रहा है. പത്രോസ് നഗരവാദത്തിന്റെ പുറത്ത് വന്ന് സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് അവൻ ഉറങ്ങിയവനെ പോലെ അവൻ ഉറങ്ങിയവനെ പോലെ ആയി മാറി. और पतरस जो है जब वो स्वर्गदूत उसको छुड़ा रहा था तो वो सोच रहा था कि वो सपना देख रहा है, वो सो रहा है करके. പത്രോസ് സ്വപ്നം കാണുന്നത് നിരൂപിച്ചു. वो पतरस सोचने लगा कि मैं सपना देख रहा हूँ. പ്രിയപ്പെട്ടവരെ, मेरे प्रियो, ഇന്ന് രാത്രി കർത്താവ് പ്രകാരം ഓർമ്മിപ്പിക്കുന്നു. प्रभु आज की रात इस प्रकार से आपको याद दिला रहा है. ദൂതന്മാരെ അയച്ച് ദൈവം വിടുവിക്കും. प्रभु आपको दूतों के द्वारा छुटकारा देगा. ദൂതന്മാരെ അയച്ച് വാതിലുകൾ തുറക്കും. दूतों के द्वारा प्रभु द्वार को खोलेगा. നിനക്കൊരു വിടുതൽ വളരെ അത്യാവശ്യമാണോ? आपको छुटकारा बहुत ही ज्यादा जरूरी है आपके लिए. आप बहुत ही प्रयास के साथ बैठे हैं, लेकिन ദൂതന്മാർ दूत लोग പ്രവർത്തിച്ചില്ലെങ്കിൽ अगर सबके आपके सामने आकर അടുത്ത് വരും. प्रभु यीशु आपके पास आएगा. ആമേൻ. അതാത് സമയത്തിൽ കൊടുത്തിറങ്ങുകയും കുരുടന്മാർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. സ്തോത്രം. ഇവരെല്ലാം
വചനത്തിന്റെ അകത്ത് ഇവിടെ ഈ 5-ാം അധ്യായത്തില് ഏതു സമയത്താണ് ദൂതൻ വരുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. और इस प्रकार से लिखा है कि वचन में जब हम पढ़ते हैं तो वहाँ कहीं भी नहीं लिखा कि किस समय पर जो है स्वर्गदूत वहाँ उतरते അവിടെ थे. കൊടുത്തിരിക്കുന്നത് वहाँ इस प्रकार से लिखा है, അതാത് സമയത്തിൽ നൽകിയേക്കുന്നത്. वहाँ इस प्रकार से लिखा वो किसी समय पर आते थे. ആർക്കും അറിയത്തില്ല ഏത് സമയത്താണ് വരുന്നതെന്ന്. वो किसी को नहीं पता कि किस समय स्वर्गदूत वहाँ आते हैं. എല്ലാവരുടെ ലക്ഷ്യം ഒരു കാര്യമാണ്. लेकिन फिर भी हर एक का लक्ष्य एक है. ദൂതൻ കുളത്തിൽ വരികയും വെള്ളം കലങ്ങുകയും ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് ഇറങ്ങണം. आमीन, हालेलुया. सबका एक लक्ष्य है कि जब स्वर्गदूत उस पानी को लहराते तो मुझे पहले वहाँ पहुंचना है. സ്തോത്രം. आमीन, അങ്ങനെ എത്ര സൗഖ്യത്തിന്റെ പരമ്പരകൾ ബെഥേസ്തയിൽ നടന്നു കാണും. हालेलुया. कितने सारी अद्भुत रीति से परमेश्वर ने लोगों को छुड़ाया होगा उस बेथसदा में. अद्भुत कार्य हुए होंगे. जब मैं ഒരിക്കൽ സൗഖ്യമായവര് ചെറിയ അസുഖങ്ങൾ മാറാൻ പോലും ദൂതന്മാർ വന്നപ്പോൾ കുളത്തിൽ ഇറങ്ങി ചാടിക്കാണും. और मैं इस प्रकार से सोचता हूँ कि छोटे रोग भी अगर किसी को हो तो स्वर्गदूत वहाँ जब आते हैं तो लोग उसमें कूद पड़ते होंगे. അമ്മ ഇന്ന് രാത്രി ഞാൻ ഈ ദൂതന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ താഴ്ന്നു വീഴുകയാണ്. और इस दूत के इस वचन के अनुसार मैं आपको बोलता हूँ, കർത്താവേ, हे प्रभु, എന്റെ കർത്താവെ, പ്രാർത്ഥനാ മുറിയിൽ ദൂതന്മാർ ഇറങ്ങണം. मेरे प्रार्थना करने वाले कमरे में प्रभु अपने दूतों को भेजे. आमीन. രാത്രി എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? कितने लोग आज की रात प्रार्थना करते हैं प्रभु से, കർത്താവ് എന്റെ അഭിഷേകത്തിലേക്ക് കർത്താവ് ദൂതന്മാരിലൂടെ പ്രവർത്തിക്കണമേ. प्रभु मेरे जो विषय है उसमें स्वर्गदूतों के द्वारा प्रभु जी उससे मुझे छुटकारा दे. ആമേൻ. അമ്മ എന്റെ കരങ്ങളിൽ ലഭിക്കാതെ ബ്ലോക്കായി കിടക്കുന്ന വിഷയത്തിൽ കർത്താവെ ഒരു പ്രവൃത്തി ദൂതന്മാരെ അയച്ചു വിടുവിക്കണം. എത്ര പേര് രാത്രി പ്രാർത്ഥിക്കും? कितने लोग इस प्रकार से प्रार्थना कर रहे हैं, मेरे हाथ से प्रभु नहीं हो रहा, अपने दूतों को भेजकर अगुवाई करके. അമ്മൻ പല ഭീഷണിയായിരിക്കുന്ന വിഷയത്തിലേക്ക് കർത്താവ് ഒരു ദൂതനെ അയച്ച് അതിന്റെ അകത്തൊരു മറുപടി അയക്കുമെന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं कि प्रभु जो इतने वर्षों से हम जो प्रार्थना कर रहे हैं जो नहीं हो रहा वो पर प्रभु जो है स्वर्गदूतों को भेजकर उसे पूरा कर रहा है. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത്. प्रेरितों के कार्य 10 में इस प्रकार से लिखा है, കൊർന്നല്യോസിന്, ശതാധിപനായ കൊർന്നല്യോസിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, യോപ്പയിലേക്ക് ആളെ അയക്കണം. യോപ്പയിൽ കടൽ തീരത്ത് തോൺ കൊല്ലക്കാരനെ പത്രോസിനെ വിളിച്ചുകൊണ്ട് വരണം. और कोर्नेलियुस को इस प्रकार से दूत ने कहा कि तू जाकर पतरस को लेकर आना है. പ്രിയപ്പെട്ട ദൂതന്റെ മറ്റൊരു പ്രത്യേകത, और मेरे प्रिय जो है स्वर्गदूत की एक प्रत्येकता है, ദൂതന്മാർ स्वर्गदूत ഡയറക്ഷൻ തരും. आपको डायरेक्शन देंगे, दिशा दिखाएंगे. आमीन. പത്രോസ് എവിടെന്ന് അറിയത്തില്ല. पतरस कहाँ है उसे नहीं पता. പത്രോസ് എവിടെ താമസിക്കുന്ന കൊർന്നല്യോസിന് അറിയത്തില്ല. कोर्नेलियुस को नहीं पता है कि पतरस कहाँ रहता है. 9-ാം മണി നേരത്തെ പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കിയപ്പോൾ लेकिन जब वो घुटने टेकर प्रार्थना करता है तो സ്പഷ്ടമായിട്ട് കൊർന്നല്യോസ് കണ്ടു ദൂതൻ കൊർന്നല്യോസിന് അടുത്ത് നിൽക്കുന്നു. वो स्पष्ट रीति से देख रहा है कि स्वर्गदूत उसके पास आकर खड़े हैं. അവൻ കടൽ തീരത്ത് തോൽക്കൊല്ലക്കാരനായ ശിമോനെ അവന്റെ പാർപ്പ് കടൽ തീരത്താണെന്ന് വ്യക്തമായിട്ടുള്ള ലൊക്കേഷൻ അവൻ ഈ കൊർന്നല്യോസിന് ദൂതൻ വെളിപ്പെടുത്തി കൊടുത്തു. और स्वर्गदूत है पूरा लोकेशन किस जगह पर किस स्थान पर है पतरस के बारे में उसे बताता है. പരിശുദ്ധാത്മ പറയുന്നു, आज के रात पवित्र आत्मा कह रहा है, ദൈവാത്മാവ് पवित्र आत्मा ദൂതൻ മുഖാന്തരം दूतों के द्वारा കർത്താവ് ഒരു ലൊക്കേഷൻ കാണിച്ചു തരും. आपको एक लोकेशन प्रभु दिखाएगा. എന്നാൽ അവിടെ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് 5वीं आयत में इस प्रकार से लिखा है, 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കും അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. और प्रभु से इस प्रकार से कहता है कि हालेलुया. Verse 5. इस प्रकार से लिखा है, वह एक मनुष्य था जो 38 वर्षों से बीमार था. यीशु ने उसके पास उसे पड़ा हुआ देखा और यह जानकर कि वह बहुत समय से इसी तरह पड़ा हुआ है उससे पूछा, क्या तुम स्वस्थ होना चाहते हो. അതാത് സമയത്തിൽ ദൂതൻ ഇറങ്ങുന്നുണ്ട്. स्वर्गदूत जो पानी में उतरते हैं, പലർക്കും സൗഖ്യം നടക്കുന്നുണ്ട്. बहुत सारे लोग शंघाई को प्राप्त करते हैं. പക്ഷേ लेकिन फिर भी 38 ആണ്ട് ये 38 वर्षीय രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. और 38 वर्षीय ये जो व्यक्ति है रोग से बीमार था. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, आप सोच कर देखिए, എത്ര പേര് മാരക രോഗങ്ങളായി വന്ന് സൗഖ്യമായി പോകുന്നത് ഈ മനുഷ്യൻ കണ്ടു കാണും. और ये जो व्यक्ति है कितने लोगों को चंगाई को प्राप्त करते हुए वो देख रहा होगा. താൻ 38 വർഷം കൂടെ കിടക്കുക. वो 38 वर्षों से वहां पड़ा हुआ है. പക്ഷേ ഇവിടെ ചെറിയ രോഗങ്ങളായിട്ട് വന്നവരും സൗഖ്യം പ്രാപിച്ച് പോകുന്നത് എന്റെ കണ്ടുകൊണ്ട് അമ്മ എന്താ പറയുന്നത്, വല്ലാത്തൊരു അവസ്ഥയിലായി കാണും. और वो जो है 38 वर्षों से वहां पड़ा हुआ है, जो छोटे रोग से ग्रसित लोग हैं उनको चंगाई को प्राप्त करते हुए वो देखता है. എന്താ തനിക്കൊരു സൗഖ്യം ഉണ്ടാകാത്ത? लेकिन उसे क्यों नहीं चंगाई प्राप्त हो रही है.
താൻ 38 ആണ്ട് കൊണ്ട് അവിടെ കിടക്കുക. वो 38 वर्षों से वहां पड़ा हुआ है. എന്നാൽ फिर भी ഇവിടെ ചെറിയ രോഗങ്ങൾ വന്നവരും छोटे रोगों से ग्रसित जो लोग हैं, അടുത്തിടയിൽ രോഗിയായവരും സൗഖ്യമായിട്ട് പോവുക. वो लोग चंगाई को प्राप्त कर जा रहे हैं. അടുത്തിടയിൽ രോഗിയാവുന്നവർ വരെ സൗഖ്യമായിട്ട് പോയിട്ടും 38 ഇയേഴ്സ് ആയിട്ടും ഒരു സൗഖ്യമില്ല അവിടെ ഇരിക്കുക. और इतने छोटे छोटे लोग जो है जो बीमारी से ग्रसित है वो चंगाई को प्राप्त करके जा रहे हैं, लेकिन ये 38 वर्षों से वहां पड़ा हुआ है लेकिन उसे चंगाई नहीं प्राप्त हो रही है. കാരണം എത്രയേ ഉള്ളൂ, कारण नहीं है, Nobody have to help him. कोई नहीं है वहां उसे मदद करने के लिए. അവനെ ഒന്ന് സഹായിക്കാനോ അവനൊന്ന് എടുത്ത് ആ കുളത്തിലോട്ടൊന്ന് കൊണ്ട് ഇറക്കാൻ ആരുമില്ല. उसे उस कुंड तक पहुंचाने के लिए, उसे वहां उतारने के लिए कोई नहीं है. ഇന്ന് രാത്രിയിൽ പലരും പറയുന്നുണ്ട്, आज की रात बहुत लोग इस प्रकार से कह सकते हैं, എന്റെ മുമ്പേ ജോലിക്ക് ഇറങ്ങിയവര്, मेरे मुझसे पहले काम पे उतरने वाले लोग, ഒരുമിച്ച് പഠിച്ചവര്, हम साथ में पड़े हुए हैं, എല്ലാവരും ഒരു നിലയിലെത്തി. सब लोग अपने मुकाम तक पहुंच गए, ഞാൻ ഇന്നും लेकिन मैं आज भी ഒരേ സ്ഥാനത്തിരിക്കുക. एक ही स्थान पर पड़ा हूँ. എന്നെക്കാൾ പ്രായത്തിന് ചെറുത്, मुझसे छोटे वर्षीय लोग भी जो हैं, ഇപ്പൊ തുടങ്ങിയവര് अभी शुरुआत जिन्होंने किया ഒരു है, നിലയിലെത്തി. वो भी किसी मुकाम पर पहुंच गए हैं, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. लेकिन मुझे मदद करने के लिए कोई नहीं है. ഇന്നും എന്നെ കൈത്താങ്ങൽ തരുവാൻ ആരുമില്ല. मुझे ताकत, मुझे सहारा देने के लिए कोई नहीं है. ഇന്നും എന്നെ വളർത്തുവാൻ ആരുമില്ല. मुझे आगे बढ़ाने के लिए कोई नहीं है. പറയുന്ന ആരെങ്കിലും ഉണ്ടോ? अगर ऐसा कहने के लिए कोई भी है, अगर कोई कह रहा है, രാത്രിയിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. प्रभु आज की रात आपसे बातें कर रहा है. എന്നാൽ 38 ആണ്ട് ആരും തന്നെ എടുത്ത് കുളത്തിൽ ഇറക്കുവാൻ കൂട്ടാക്കിയില്ല. और ये 38 वर्षीय जो व्यक्ति है, इतने वर्षों से वहां पड़ा, 38 वर्षों से वहां पड़ा हुआ, ऐसे कोई उतारने के लिए कुंड में नहीं है. പ്രിയപ്പെട്ടവരെ, ചില പർട്ടിക്കുലർ സബ്ജക്റ്റോടുള്ള ബന്ധത്തിൽ ഈ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. और कभी कभी हम किसी मुसीबत में जब पड़े हुए तो इस जगह की जो है एक प्रत्येकता है कि कोई आपको सहायता करने के लिए नहीं आता है. ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളൊരു വിഷയത്തിലായിരിക്കുക. शायद जो व्यक्ति आपको मदद करने के लिए आ रहा है वो भी किसी दूसरे विषय में पड़ा हो. അവർക്ക് വിടുതൽ വേണോ, നിങ്ങൾക്ക് വിടുതൽ തരണം. वो आपको सहायता करेगा कि वो खुद की सहायता करेगा. സഹായിക്കാൻ വരുന്നവരെ പ്രശ്നത്തിനകത്തിരിക്കുക. जो सहायता करने के लिए आ रहे हैं वो भी दूसरे मुसीबत में है. അതുകൊണ്ട് इसलिए 38 ഇയേഴ്സ് ആയിട്ടും ആരും തന്നെ സഹായിക്കാൻ വന്നില്ല. इसलिए 38 वर्ष से कोई भी उसे मदद करने के लिए नहीं എന്നാൽ आया, ഒരുവൻ വരുന്നു. लेकिन एक आ रहा है. आमेन. He is not bothered about 32 years. 30. आमेन. वो नहीं सोचता है कि आप कितने वर्षों से वहां पड़े हैं. One person is coming. एक व्यक्ति आ रहा है, Is not bothered about 32 years. वो उससे कोई प्रभाव नहीं पड़ता है 38 वर्ष. എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ പറയുന്നു, इससे संबंधित मुझे पवित्र आत्मा कह रही അവൻ है. 38 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ ഒരു വ്യക്തി എന്നെ കേൾക്കുന്നു. മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കും, നടന്നിട്ടില്ല. 38 वर्षों से एक व्यक्ति को प्रभु मुझे दिखा रहा है जिसकी शादी नहीं हुई है, ഒരു പ്രവാചകനിലൂടെ പറയുന്നു, लेकिन मैं भविष्य देखता हूँ, मैं कह रहा हूँ, God is not bothered about 32. प्रभु को उससे कोई फर्क नहीं पड़ता कि आप 38 के हैं. അമ്മ കർത്താവ് 38 ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. प्रभु 38 वर्षों में प्रभु आपको संभाल रहा है. കർത്താവ് എന്നോട് പറയുന്നു, प्रभु कह रहा है, അമ്മ ഞാൻ വ്യക്തമായി ദൈവാത്മാവ് എന്നോട് പറയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. व्यक्तिगत रूप से प्रभु मुझसे कह रहा है, मैं आवाज को सुन रहा हूँ. 6 മാസത്തിന്റെ അകത്ത് 6 महीने के अंदर ദൈവം സെറ്റിൽ ചെയ്യാൻ പോകും. प्रभु आपको सेटल कर रहा है. മാരേജ് കഴിഞ്ഞു, आपकी शादी हो गई കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നു. और शादी हो गई वर्षों से, काफी वर्षों से आपके पास बच्चे नहीं है. कुछ लोग मुझे से सुन रहे हैं. 10 ഇയർ ആയി, 10 साल हो गया, 12 ഇയേഴ്സ് ആയി. 12 साल हो गया, അയ്യോ, ഞങ്ങൾക്ക് ഇന്നും ഒരു തലമുറ ഉണ്ടായിട്ടില്ലല്ലോ. मुझे अभी तक कोई बालक बच्चे नहीं हुए. ഞങ്ങൾക്ക് ഇനി ഒരു സാധ്യതയുണ്ടോ, ഞങ്ങൾക്ക് ഇനി വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? हमारे लिए कोई है, अगर ऐसा कोई बोलने वाले हैं? സാധ്യതയുണ്ട്. आपके लिए भी चांस है. നിങ്ങളുടെ സാധ്യതയാണ് യേശു. वो है प्रभु यीशु. आमेन. ഹല്ലേലൂയ, Thank you Jesus. Thank you Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus. ഓ റിബാലബാ ശകരിയ ദരഗൽ ഖടഗതുരി വനഗലഗസി ശകരി ബാലബാ ചതറഗ. ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. जब मैं प्रार्थना करूं, प्रभु की आत्मा मुझे दिखा रही है. സ്കിൻ ഡിസീസ് ഇപ്പോൾ സൗഖ്യമാകുന്നു. ദൈവാത്മാവ് സ്കിൻ ഡിസീസ് സൗഖ്യമാകുന്നത് എന്നെ കാണിക്കുന്നു. चर्म रोग से प्रभु आजादी दे रहा है. അവന്റെ കാലിലൊക്കെ വ്രണം വന്ന് അവൻ മുറിവ് കഴിയാതെ വലിയ വ്രണമായിരിക്കുന്ന ഒരു വ്യക്തി ദൈവം എന്നെ കാണിക്കുന്നു. आपके पैरों में घाव होकर वो बढ़ते बढ़ते इस प्रकार से प्रभु मुझे दिखा रहा है. യേശു ഇപ്പോൾ സൗഖ്യമാകുന്നു. प्रभु आपको चंगाई दे रहा है. വിശ്വസിക്കുക. विश्वास करें. ഇത് പറയുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. जब मैं ये कह रहा हूं तो मुझे बड़ी विश्वास है. പലപ്പോഴും ലൈവുകളെല്ലാം കഴിയുമ്പോൾ और बहुत सारे लोग लाइव खत्म होने के बाद പലരും ഞങ്ങൾ വിളിച്ചു
പാസ്റ്ററേ ഞങ്ങളോടുള്ള ദൂതായിരുന്നു. और बहुत सारे लोग हमें प्रार्थना जब हम करते हैं उसके बाद वो हमें कॉल करके बताते हैं कि लाइव में जो आपने एक दूत कहा वो हमारे लिए था, പറഞ്ഞവരുന്നത് आपने जो कहा वो हमारे लिए था, അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. इसलिए मुझे विश्वास है ആരോ ഇന്ന് രാത്രി സൗഖ്യമാകുന്നു. कोई है हालेलुया जो शंगाई को प्राप्त कर रहा है। അയ്യോവിന്റെ രോഗം സൗഖ്യമാക്കിയ ദൈവം आमीन। अय्यूब के जो रोगों को प्रभु ने परमेश्वर ने चंगाई दिया, സൗഖ്യമാകുന്നു. वही परमेश्वर आपको चंगाई दे रहा है, സൗഖ്യത്തിന്റെ वही परमेश्वर आप हालेलुया आपको चंगाई दे रहा है। രോഗികളായിരിക്കുന്ന രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചോ. और जो रोगी उस रोग के हालेलुया जहाँ पे वो रोग है उसे पकड़कर प्रार्थना करें। ബ്രസ്റ്റ് ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ब्रेस्ट कैंसर अभी चंगाई हालेलुया चंगाई को प्राप्त कर रहे हैं। യേശു ആദിനും അന്ത്യനുമാണ്. हालेलुया प्रभु हालेलुया शुरुआत और अंत है। യേശു മരണത്തെ ജയിച്ച वो ദൈവമാണ്. मृत्यु में से जी उठने वाला प्रभु യേശു है, ഇന്നും ജീവിക്കുന്ന वो ദൈവമാണ്. हमेशा जीने वाला प्रभु है। ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ और अभी यीशु के नाम में ഇപ്പോൾ സൗഖ്യമാവട്ടെ. ओ अभी चंगाई को प्राप्त करें। ഇപ്പോൾ സൗഖ്യമാകട്ടെ. यीशु के नाम में चंगाई को ഇപ്പോൾ प्राप्त करें। സുഖമാകട്ടെ. ओ चंगाई हो जाए യേശുവിന്റെ നാമത്തിൽ यीशु के नाम में, യേശുവിന്റെ നാമത്തിൽ यीशु के नाम में, യേശുവിന്റെ നാമത്തിൽ यीशु के नाम में, യേശുവിന്റെ നാമത്തിൽ यीशु के नाम में। आमीन हालेलुया। അർത്തുനി ഹസ്ബന അറവാസി ആനഖൽഖന അദ്ഖി ഹംദുരി അദറബനി ഹംദുരോലിയ ഉറഖസി ഖലറബബബ. അവനെ ചില ശരീരത്തിൽ നിന്ന് അവ ദുഷ്ടാത്മാക്കൾ വിട്ടുപോകുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ओ प्रभु मुझे इस प्रकार से दिखा रहा है कि आपके शरीर से दुष्ट आत्माएं जा रही है। റീബിനി ഹംദുനി ഹർമന അദറബലബ ശിഖരി ഹംദുരി അർബന ശിഖലി ഖടഗസി അജുരി ഖലകസ് ഫിറ്റ്സ് രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. फिट से ग्रसित रोग जो है वो जो रोग है वो जा रही है। ഫിറ്റ്സ് സൗഖ്യമാകട്ടെ. फिट आप चंगाई प्राप्त कर रहे യേശുവിന്റെ हैं उस रोग നാമത്തിൽ से। യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ mighty name of Jesus यीशु के नाम में, mighty name of Jesus यीशु के नाम में। സൗഖ്യമാകട്ടെ हालेलुया സൗഖ്യമാകട്ടെ 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 സുഖമാകട്ടെ. We heal in Jesus mighty name. We heal in Jesus mighty name. സൗഖ്യമാകട്ടെ चंगा हो जा, സൗഖ്യമാകട്ടെ चंगा हो जा, സൗഖ്യമാകട്ടെ. चंगा हो जा യേശുവിന്റെ നാമത്തിൽ. यीशु के नाम है। Praise the आमीन Lord. हालेलुया। 38 വർഷമായിട്ട് 38 वर्षों से അവൻ എഴുന്നേൽക്കാൻ वो उठ नहीं पा रहा है। കൂട്ടാക്കുന്നതുമില്ല. അവരാരും എഴുന്നേറ്റ് കൊണ്ട് വെള്ളത്തിൽ ഇറക്കുന്നതുമില്ല. वो खुद भी नहीं उठ पा रहा है और ना कोई उसे उठाकर वहां तक पहुंचा पा रहा है। എന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് ओह പറയുന്നത് हालेलुया കേൾക്കുന്നുണ്ടോ? आमीन। मुझे सहायता करने के लिए कोई है कि अगर ऐसे कहने वाले लोग मुझे सुन रहे हैं तो God is my helper. ओ परमेश्वर मेरा मददगार है, ദൈവം എന്റെ സഹായകൻ. परमेश्वर मेरा मददगार ഇന്ന് है। രാത്രി ഇത് വിളിച്ചു പറഞ്ഞേ, आज की रात ये बुला कर कहें आप യേശുവാണ് എന്റെ സഹായകൻ. हालेलुया वो यीशु है मेरे सहायता करने के लिए। കൈവച്ചൊന്ന് പറയാൻ अपने मन के हाल अपने मनों पे हाथ रख कर कहें कि प्रभु यीशु है मेरी सहायता करने के लिए। എന്റെ എല്ലാ വഴിയും അടഞ്ഞു. और कोई कह रहा है कि मेरे सारे रास्ते बंद हो गए അമ്മ हैं। ആ ജത്തിൽ എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ ഞാൻ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ബ്രദറെ എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ, ओ मैं मरने पर हूँ ऐसा कहने वाले अगर कोई मुझे सुन रहे हैं तो നിന്റെ ജീവിതത്തിൽ യേശു സഹായകനായി ഇറങ്ങി വരാൻ പോവുകയാണ്. प्रभु हालेलुया जो है आपके जीवन में सहायक के रूप में उतर रहे ആ हैं। പ്രശ്നത്തിൽ യേശു സഹായകനായി ഇറങ്ങി വരാൻ उस मुसीबत में प्रभु आपको सहायता कर रहे हैं। അമ്മയുടെ വിഷയത്തിൽ യേശു സഹായകനായി उस ഇറങ്ങി बच्चे के विषय में प्रभु सहायता कर रहे हैं। ചെവി കേൾക്കുന്നുണ്ട്. मैं व्यक्तिगत रूप से अपने कानों में ये सुन रहा हूँ। ആരോ കരഞ്ഞുകൊണ്ട് പറയുന്നു, कोई रो कर इस प्रकार से कह रहा है സമയം കടന്നുപോയി. ओ मेरा समय चला गया ഇനി എന്റെ മുമ്പിൽ ഒരു ആത്മഹത്യ और मेरे മാത്രമേ मेरे सामने सिर्फ आत्महत्या करने का एक ऑप्शन है। കർത്താവ് പറഞ്ഞു, ദയచేയി प्रभु कह रहा है कि आप रुक के इंतजार कर रहे हैं। കർത്താവ് ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ്. मैं प्रभु आपके लिए अद्भुत रीति से एक सृष्टि करने जा रहा है। ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരോട് ദൈവം പറയുന്നു, आमीन, आमीन, आमीन। നിനക്ക് വേണ്ടി കർത്താവ് സൃഷ്ടിക്കാൻ പോവാ. फाइनेंशियल क्राइसिस से गुजरने वाले किसी के लिए प्रभु कह रहे हैं कि मैं तेरे लिए एक नई सृष्टि कर रहा हूँ। पवित्र आत्मा इस प्रकार से कह रही है। ചിലർ ചില തീച്ചൂളയിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. उस आग से बाहर निकल रहे हैं कुछ लोग। आमीन, आमीन। ഓ ഞാനത് നല്ലപോലെ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് രാത്രിയിൽ. कुछ लोग ये अनुभव कर रहे हैं आज की रात। അവൻ ആ സാന്നിധ്യം प्रभु അനുഭവിക്കുന്നുണ്ട്. की उपस्थिति को मैं अनुभव कर पा रहा हूँ। ആമേൻ, आमीन, हालेलुया। കുടിരിബിരി ഹംദുരാ റഗിൽ ഖരമനഗഡഗസി. Thank you, Jesus. Thank you, ചില Jesus. കരച്ചിലിന്റെ മുമ്പിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. हालेलुया। कुछ लोग रो रहे हैं, उन आंसुओं के बीच में प्रभु की हाथ पड़ रही है। ഒരുപക്ഷേ ഈ മനുഷ്യർ കരഞ്ഞുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത്. वो शायद ऐसा हो सकता है कि वो व्यक्ति जो है रोते हुए प्रभु को कह रहा होगा। ആമേൻ.
ആമേൻ സ്തോത്രം. രോഗി അവനോട്, യജമാനനെ, ഞാൻ വെള്ളം കലങ്ങുമ്പോൾ എന്നെ എടുത്ത് കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല എന്ന് ഞാൻ. शायद वो रोते हुए प्रभु को कह रहा हो कि जब ये पानी हिलता है तो मुझे वहां तक पहुंचाने के लिए कोई नहीं है। ഞാൻ ചെല്ലുമ്പോൾ തന്നെ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി കുളത്തിൽ ഇറങ്ങുന്നു. मेरे पहुंचने से पहले ही कोई और वहां उतर जाता है। അങ്ങനെ അവൻ അവസരം നഷ്ടപ്പെട്ടു പോയവരോട് उसका കേൾക്കുന്നുണ്ടോ? अवसर, हालेलुया, ऐसे अवसर नष्ट होने वाले लोग मुझे सुन रहे हैं तो അവനോട് കർത്താവ് പറയുന്നു, प्रभु मुझसे कह रहा है। അവൻ യൂറോപ്പിലോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവസരം നഷ്ടപ്പെട്ടു പോയവരെ കേൾക്കുന്നു. और यूरोप के लिए, यूरोप की यात्रा के लिए कुछ लोग जो है बार बार अपने अवसर को गवा चुके हैं। എന്നാൽ ഈ ടൈം, लेकिन इस समय, ഈ സമയം ये समय നിങ്ങളുടെയാണ് കർത്താവ് आपका है, प्रभु कह रहा है। ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകത്തില്ല. और अब कोई अपॉर्चुनिटी जो है वो नष्ट नहीं होने वाला ഞാൻ ഒരു है। വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. मैं एक वाक्य आपके लिए प्रार्थना करने जा रहा हूँ। ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയവരെ കേൾക്കുന്നുണ്ടെങ്കിൽ, और वो सारी अपॉर्चुनिटीज जो है वो बंद, खत्म हो गए, नष्ट हो गए, वो लोग मुझे सुन रहे हैं तो നിങ്ങളുടെ കരങ്ങളെ വെച്ചാണ്ട് अपने हाथों को अपने स्क्रीन पर रखें। നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ मैं പോവുക. आपके लिए प्रार्थना करने जा रहा നെയിം हूँ ഓഫ് ജീസസ്. यीशु के नाम में। ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയവരെ ओ കേൾക്കുന്നുണ്ടെങ്കിൽ, हालेलुया। और കർത്താവ് ഇപ്പോൾ തന്നെ പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. मृत्यु में से जी उठाने वाली वो शक्ति ഇപ്പോൾ ആ മേഖലയിൽ വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. उस सिचुएशन पर उतरने ആ पाए, മേഖലയിൽ വലിയൊരു വിടുതൽ വ്യാപരിക്കട്ടെ. उस स्थिति में उतरने पाए। ഓ ചെവി സംബന്ധമായി ഭയങ്കര ഇയർ പെയിനുമായിട്ടൊരു വ്യക്തി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. कान से संबंधित कोई बीमारी, जो कान में दर्द है, कोई मुझे सुन रहे हैं तो ഇപ്പോൾ യേശു സൗഖ്യമാകുന്നു. प्रभु आपको भी चंगाई दे रहा है। സൗഖ്യമാകുന്നു. प्रभु आपको चंगा कर रहा है, സൗഖ്യമാകുന്നു. 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 चंगा कर रहा है। Be healed in Jesus' यीशु mighty के name. नाम में चंगाई को प्राप्त कर। ആമേൻ സ്തോത്രം. आमीन। താൻ കിടക്കുന്നത് യേശു കണ്ടിട്ട് आमीन। ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്ന അറിഞ്ഞ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. यीशु ने उसे पड़ा हुआ देखा और यह जानकर कि वो बहुत समय से इसी तरह पड़ा हुआ है, उससे पूछा, क्या तू स्वस्थ होना चाहता है? പലപ്പോഴും പലർക്കും മനസ്സുണ്ട്, बहुत लोगों को शायद मन है, അവന് ആഗ്രഹമുണ്ട്, आग्रह है, പക്ഷെ മനസ്സുകൊണ്ട് പലപ്പോഴും വിശ്വാസമില്ല. लेकिन मन में जो विश्वास नहीं है। ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് വിശ്വാസമില്ല, നടക്കുമെന്ന് തോന്നുന്നില്ല. आग्रह है, वो चाहते हैं, लेकिन मन में वो विश्वास नहीं कि ऐसा हो पाएगा कि नहीं। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വിടുതലിന് ഭയങ്കര തടസ്സമാണ്. वो ये जो है अविश्वास जो है हमारे जीवन में, हमारे छुटकारे के लिए एक बाधा है। ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സില്ല. चाहते हैं लेकिन मन में विश्वास नहीं है। യേശു ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. प्रभु यीशु पूछते हैं कि तुम्हारा मन है? രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തർ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. और रोगी ने उत्तर दिया, महोदय मेरा कोई नहीं है जो पानी के हिलने पर मुझे कुंड में उतार दे, मैं पहुंचने से पहले उसमें कोई और उतर जाता है। എനിക്ക് ആ പദം ഭയങ്കര ടച്ച്, എനിക്ക് ആരുമില്ല. और ये जो पद है मुझे बहुत ही मुझे टच की है कि मेरा कोई नहीं है। രാത്രി ആരൊക്കെ പറയുന്നുണ്ട്, आज की रात कोई इस प्रकार से अगर कह रहे हैं, ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, मेरी सहायता करने के लिए कोई नहीं है, ആരുമില്ല. कोई नहीं है। യേശു അവനോട് यीशु എഴുന്നേറ്റ് ने उसे उठाया, കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു. यीशु ने उससे कहा, उठो, अपना बिस्तर उठाओ और चलो। ഉടൻ ആ മനുഷ്യൻ സൗഖ്യമായി आमीन, കിടക്കയെടുത്ത് हालेलुया। നടന്നു. उसी क्षण वो मनुष्य स्वस्थ हो गया और अपना बिस्तर उठाकर चलने फिरने लगा। ജന്മന നടന്നിട്ടില്ലാത്ത മനുഷ്യൻ, ജന്മന നടന്നിട്ടില്ലാത്ത മനുഷ്യൻ, जो जन्म से ही कभी चला नहीं, അവൻ ജനിച്ചപ്പോ തൊട്ട് നടന്നിട്ടില്ല. जन्म से भी कभी वो चला नहीं। 38 വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യൻ और 38 वर्षों से वहां पड़ा हुआ वो व्यक्ति അവൻ ആദ്യമായി എഴുന്നേറ്റ്. पहली बार चलने लगा। आमीन, हालेलुया। ഉടൻ അവൻ എഴുന്നേറ്റ്. और तुरंत उठा, എഴുന്നേക്കാൻ പോയിട്ട് കിടക്കെടുക്കാൻ പോലുള്ള ശക്തിയില്ല. और उठने अगर कहा तो उसको उठने का, बिस्तर पकड़ने का भी शक्ति नहीं है। എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. मुझे बहुत ही യേശു पसंद आया। കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു. यीशु ने कहा कि अपना बिस्तर उठा और चल। ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, मैं जब प्रचार करता हूँ तो मैं बहुत बार इस प्रकार से कहता हूँ। 38 years, 38 വർഷം 38 वर्षों से അവനെ ചുമന്ന കട്ടിൽ അവനെടുത്തു. वो 38 वर्षों से अपना जिस बिस्तर में वो रहता है वो उठा कर चलता है। അവൻ 38 വർഷം അവനെ ചുമന്ന ബെഡ് അവനെടുത്തു. वो जिस बिस्तर पर बैठता है वो 38 वर्षों से वो उठाकर उसे चल रहा है। അവൻ എന്തിനായിരുന്നു ബലഹീനനായിരുന്നത്? वो क्यों बलहीन था? അവൻ ആ ബെഡ് എടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. वो अपने बिस्तर को उठाकर अपने घर को गया ഉടൻ ആ മനുഷ്യൻ സൗഖ്യമായി. और तुरंत ही वो व्यक्ति चंगाई को प्राप्त किया। കിടക്ക എടുത്തു നടന്നു. वो अपने बिस्तर को उठाया और चल എന്നാൽ दिया। ശബത്തായിരുന്നുകൊണ്ട് ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ച അവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുത്ത് നടക്കുന്നത് വിഹിതമോ എന്ന് പറഞ്ഞു. इसलिए यहूदी धर्मगुरुओं ने स्वस्थ हुए व्यक्ति से कहा, आज विश्राम का दिन है, बिस्तर उठाना तुम्हारे लिए उचित नहीं है। അവൻ
അവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. उसने उत्तर दिया, जिसने मुझे स्वस्थ किया उसी ने मुझसे कहा अपना बिस्तर उठाओ और चलो. आमीन. അവർ അവനോട് കിടക്ക എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരെന്ന് അവർ ചോദിച്ചു. उन्होंने उससे पूछा, कौन है वह जिसने तुमसे कहा कि अपना बिस्तर उठाओ और चलो. പ്രിയപ്പെട്ടവരെ, मेरे प्रियो, ഇത് പരീക്ഷന്മാർ ചോദിക്കുമ്പോഴും जब फरीसी लोग इस प्रकार से पूछते हैं तो എന്റെ കാഴ്ചപ്പാട് ഞാൻ കാണുക, मैं इस प्रकार से देख रहा हूँ, ബെഡ് താഴെ വെച്ചിട്ടില്ല, वो बिस्तर जो नीचे उसने रखा नहीं, അപ്പോഴും ബെഡ് കയ്യിലിരിക്കുകയാണ്. वो बिस्तर जो उसके